നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം അമ്പരക്കുകയാണ്. ഇത്രയധികം ആളുകൾ നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമകളാണോ എന്നതിൽ. കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഭൂരിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ ലഹരി കടത്തായാലും കൊലപാതകമായാലും പീഡനമായാലും ഒക്കെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നിരവധി ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി പോലീസിൻ്റെയും ഡാൻസ് ഓഫിൻ്റെയും ഒക്കെ പരിശോധനയിൽ ഒരുപാട് ലഹരി സാധനങ്ങൾ കഞ്ചാവടക്കം പിടിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ലഹരിക്കടിമകളാകുന്നവർ നടത്തുന്ന അതിക്രമങ്ങൾ നമ്മുടെ ജനങ്ങളുടെ സ്വൈരജീവിതം വല്ലാതെ തകർക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരം വാർത്തകളിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യമായി കടന്നു പോകുന്നത്. കോഴിക്കോട് ചെറുവണ്ടൂരിലേക്ക് നമുക്കൊന്ന് പോകണം. അവിടെ മുൻ ഭർത്താവിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പ്രവിഷയെ ലഹരിക്കടിമയായ പ്രശാന്ത് മുൻപും നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് പ്രവിഷയുടെ അമ്മ ഇന്ന് വെളിപ്പെടുത്തി. മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നതായും പ്രശാന്തിനെതിരെ പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകുകയല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആ അമ്മ ആരോപിക്കുന്നു. എപ്പോഴും പറയും എങ്ങനെയാണ് എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരെയും ഓളെ മാത്രമല്ല അച്ഛനെയും അമ്മേനെയും ആങ്ങളേനെയും ഒക്കെ കൊല്ലും. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ്ങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കും. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു 1.5 കൊല്ലം മുന്നേ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ച് ഓളെ അടിച്ച് പിന്നെ ഓല് തന്നെ പിന്നെ വനിതാ പോലീസൊക്കെ വന്നിട്ടാണ് ഞങ്ങളെ ആസ്പത്രി കൊണ്ടുവന്നതും പിന്നെ ഓല് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയതൊക്കെ. എന്നിട്ട് കേസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ പരാതി ഞങ്ങൾ എയർഹോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു എന്തിനു കൊടുക്കാനാ, ഇനി പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇത്രയൊക്കെ ഉണ്ടോ അതോന്നും അറിയാം. അതുകൊണ്ടാണല്ലോ പിന്നെ വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം അല്ലെ ഒരു 3 പ്രാവശ്യമൊക്കെ അല്ലേ വാണിംഗ്. ഇത് 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിംഗ് വിട്ട് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. ബാലുശ്ശേരി പോലീസിലാണ് ഞങ്ങളെ പരാതി. ഇപ്പം പരിക്ക് ഒന്നും പറയാനായില്ല, ഡോക്ടർ വന്നിട്ടില്ല. ഒരു കണ്ണ് തിരെ അടഞ്ഞു പോയിട്ട് ഒരു ഭാഗം മുഖവും വല്ലാത്തൊരു രൂപം. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഉള്ളിൽ കഴിച്ചു പോയിക്ക്. വായിലായിട്ട് തൊണ്ടയിലൊക്കെ പൊള്ളിയിട്ടുണ്ട്. ഇന്നലെ ഛർദ്ദിച്ചപ്പോൾ രക്തമൊക്കെ വന്നിരുന്നു. ഇപ്പം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാനാവുന്നില്ല. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഛർദ്ദിച്ചു പോവുകയാണ്. നെഞ്ച് മൊത്തം ഉണ്ട്. പോലീസ് അന്ന് ഓരോന്നും ചെയ്തില്ല. ഞങ്ങളെ നാട്ടും പുറത്തുള്ള ആൾക്കാർ തന്നെ ഇവർ എത്ര പ്രാവശ്യം ഇങ്ങനെ കേസ് തന്നിട്ട് നിങ്ങളെന്താ അവനെങ്ങനെ വിടുന്നത്, ഇത്രയും പിന്നെ ഇങ്ങനെ ചെയ്തിട്ട്. ഞങ്ങളെ വീട്ടിൽ 8 കൊല്ലമായ വീട് ഒരു 15 കൊല്ലമായ വീടിൻ്റെ പഴക്കമുണ്ട്. വെച്ചാൽ ഒരു ജനലിന് പോലും ചില്ലില്ല. അതൊക്കെ പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ കാണിക്കലുണ്ട് ഓരോ അതെല്ലാം കണ്ട് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഓല് പോകും. പിന്നെ കുറച്ച് പിന്നെ മുന്നോട്ടെത്തിയപ്പോൾ 2-3 പ്രാവശ്യം കുടിയൊക്കെ നിർത്തിയാൽ പിന്നെ മദ്യവെച്ചാൽ വെറും പ്രാന്ത. അങ്ങനെയാണെന്ന് എല്ലാവരും അടിക്കും. ഞങ്ങളൊക്കെ മുന്നിലിട്ടിട്ട് ഓളെ വല്ലാണ്ട് അടിക്കും, തലയ്ക്കൊക്കെ അടിക്കുക. കണ്ണൊന്നുമില്ല, ഒരു കണ്ണ് പോയിക്കോളെ. ഒരു കണ്ണിനിങ്ങനെ കൈവച്ച് കുത്തിയിട്ട് എന്നിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി കലങ്ങിപ്പോയതാണ്. അത് ഓൻ്റെ കൂടെ എല്ലാവരും തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞ് പിന്നെ കണ്ണൊന്നും ചെയ്യാൻ പറ്റൂല, അഥവാ ചെയ്താൽ രക്തം നിൽക്കില്ല, നിങ്ങൾ ചെയ്യണ്ട. മോളിങ്ങനെ കണ്ണട വെച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ മാറ്റി വെക്കും. സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. എത്ര ക്രൂരമായാണ് ഇയാൾ, ഈ മുൻ ഭർത്താവ് പ്രവിഷയോട് പെരുമാറിയിരുന്നത് എന്നത് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പൊള്ളലേറ്റ പ്രവിഷ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പോലീസിൻ്റെ ഒരു നിഷ്ക്രിയത്വമാണ്. അനവധി തവണ ഈ അമ്മ പറയുകയാണ്, ഞങ്ങളെ ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പോലീസ് പലതവണ ഈ വീട്ടിൽ വന്നിരുന്നു, കാര്യങ്ങൾ തിരക്കിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇതിൻ്റെ എന്താണ് ഇയാളുമായി ബന്ധപ്പെട്ട കാര്യമെന്നോ ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ മുന്നറിയിപ്പ് നൽകാനോ ഒന്നും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ പ്രവർത്തികൾ ആവർത്തിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയല്ലേ ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം വാർത്തകൾ തന്നെയാണ്. ഈ ലഹരിക്ക് അടിമയാവുന്ന ആളുകൾ അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, ഭർത്തൃപിതാവിനെ ആക്രമിക്കുന്നു. ശിബിലയുടെ ജീവിതം നമ്മൾ കണ്ടതാണ്. ആ കേസിൽ യാസർ അറസ്റ്റിലായത് നമ്മൾ കണ്ടു. അതേ രീതിയിൽ തന്നെയാണ് അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. കുടുംബത്തെ പോലും എതിർത്ത് ആ യാസറിനൊപ്പം ജീവിക്കാൻ പോയയാളാണ് ശിബില. അതുപോലെ തന്നെയാണ് ഈ പ്രവിഷയുടെയും കാര്യം. 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഇവർ അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം ഈ
പ്രശാന്തിനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. കുടുംബം ഇടപെട്ടൊരു കല്യാണം പോലും നടത്തി കൊടുക്കാതെ ഈ പ്രശാന്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് ആ പ്രവിഷ. അതിനുശേഷം പിന്നീട് കുട്ടികളൊക്കെ ആയപ്പോഴാണ് ഈ കുടുംബം ഇവരുമായി സഹകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. ആ സമയത്തൊക്കെ താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തത്തിലേക്ക് ഈ പ്രശാന്ത് മാറുകയായിരുന്നു. ഇതേ തുടർന്ന് നിരന്തരം മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പ്രവിശ്യ മാറുന്നു. വലിയ ശാരീരികമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു, മാനസികമായ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു, കുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ ആ അമ്മ പറഞ്ഞപ്പോൾ ഈ മൂത്ത കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമം മദ്യലഹരിയിൽ ഇയാൾ നടത്തി. ഈ സമീപത്തുള്ള ആളുകൾ പെട്ടെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞതും കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതും. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അധ്യാപകൻ പരാതി നൽകാനായി തയ്യാറെടുത്തപ്പോൾ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ എന്റെ മകനെയാണ് പെട്രോൾ ഒഴിച്ചത്, നിങ്ങൾ ഇത് പരാതിയുമായി മുന്നോട്ട് പോയാൽ മറ്റു കുട്ടികളെ കൂടി പെട്രോൾ ഒഴിക്കും എന്ന രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ആ പരാതിയിൽ നിന്ന് അധ്യാപകൻ പിന്തിരിഞ്ഞു എന്നാണ് ഇന്ന് ആ അമ്മ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും ഈ ലഹരിക്ക് അടിമയായ ആൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് പോലും അയാൾക്ക് പോലും നിശ്ചയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് 2.5 വർഷം മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്തി വീട്ടിലേക്ക്, സ്വന്തമായി നിർമ്മിച്ച വീട്ടിലേക്ക് ഈ യുവതി മക്കളുമായി മാറുന്നത്. അതിനുശേഷം പിന്നീട് പലവട്ടം തിരിച്ച് തന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് പലയിടങ്ങളിലായി വെച്ച് ഇവരെ മാനസികമായി തളർത്തുന്ന ഒരു സമീപനം ഈ പ്രശാന്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം ഇവരുടെ ചിത്രങ്ങൾ, ആ ഫോട്ടോകൾ ശേഖരിച്ച ശേഷം അത് അശ്ലീല ദൃശ്യങ്ങളായി മാറ്റി, അത് മോർഫ് ചെയ്ത് മാറ്റിയ ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ അയച്ചു കൊടുത്ത് അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. 8 വട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ പ്രവിശ്യയും കുടുംബവും പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 3-4 തവണ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അയാൾ വളരെ അനായാസമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച. അമ്മ തന്നെ പറയുന്നു, 3-4 വട്ടം കൊടുക്കുന്നതിനെ വാണിംഗ് എന്ന് പറയാം, മുന്നറിയിപ്പ് എന്ന് പറയാം. പക്ഷേ പിന്നീട് വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ എന്താണ് അതിന് പറയുന്ന പേര് എന്ന് പോലും അവർക്കറിയില്ല. എന്തുകൊണ്ട് ഓരോ തവണയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷവും ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു? ഒരു തവണ പ്രവിശ്യയ്ക്ക് ഗുരുതരമായ മർദ്ദനമേൽക്കുകയും അന്ന് വനിതാ പോലീസുകാരെത്തിയാണ് ഈ പ്രവിശ്യയെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അന്ന് കേസെടുക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നു. പിന്നെയും പഴയപടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഈ ആയുർവേദ ആശുപത്രിയിൽ നേരത്തെ ഈ പ്രവീഷിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് നട്ടലിന് ഗുരുതരമായ പരുക്കൾ ഉണ്ടാവുകയും അത് ഏതാണ്ട് ഭേദമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം തലശ്ശേരിയിലെ ഒരു ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി നോക്കുകയായിരുന്നു പ്രവീഷ. പക്ഷേ വേദന കലശരായതുകൂടിയാണ് ആശുപത്രിയിൽ പോയി പരിശോധനകൾ നടത്തിയപ്പോൾ ആയുർവേദ ആശുപത്രിയിൽ കിടത്തിയുള്ള ചികിത്സ അനിവാര്യമാണ് എന്ന് നിർദ്ദേശിക്കുകയും ആ ചികിത്സയ്ക്കായാണ് പ്രവീഷ ഈ ആയുർവേദ ആശുപത്രിയിൽ എത്തി ചികിത്സയിൽ ഏർപ്പെട്ടത്. ആ സമയത്താണ് അവിടേക്ക് എത്തിയ ഇയാൾ തന്നോടൊപ്പം വരണം, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ചികിത്സയിലാണ്, ഈ കാര്യങ്ങൾ ഒന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല, അതിന് പറ്റിയ സാഹചര്യമല്ല എന്ന് പറഞ്ഞ് ഇയാളെ തിരിച്ചയക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ഒരു ഫ്ലാസ്കിൽ ആസിഡുമായി എത്തി അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചത്. എന്തായാലും തലനാരിഴയ്ക്കാണ് ജീവിതം തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ഒരുപാട് പൊള്ളലുകൾ. പക്ഷേ ഇപ്പോഴും നമുക്ക് പൊള്ളലിന്റെ ഒരു വ്യാപ്തിയെ പറ്റി പറയാൻ കഴിയില്ല. അതാണ് അനീഷ്, കാരണം എത്രത്തോളം പരിക്കുകളേറ്റിട്ടുണ്ട് ഈ യുവതിക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം നേരത്തെയും സമാനമായ ഒരുപാട് മർദ്ദനത്തിന് അമ്മയുടെ വാക്കുകൾ തന്നെ കേൾക്കാം. അതായത് ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, അതായത് കണ്ണിൽ അടിച്ചതിൻ്റെ ഭാഗമായി ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത പശ്ചാത്തലമുണ്ട്. ആ കണ്ണ് ശരിയാവില്ലെന്ന് ആശുപത്രിയിൽ നിന്ന് പറയുന്നു. അത്ര അധികം അനുഭവിച്ചൊരു സ്ത്രീയാണ്. ഇപ്പോൾ ഈ ആസിഡാക്രമണം കൂടി ആകുമ്പോൾ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, രക്തം ഛർദ്ദിക്കുന്നു. അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കപ്പെടുന്ന ഒരു സ്ത്രീ കൂടിയായി ഇവർ മാറുകയാണ്. പരിക്കുകൾ അത്രത്തോളം ഗുരുതരമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗുരുതരമാണ് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പൊള്ളൽ വിഭാഗത്തിലെ ഐസിയുലാണ്, അത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അവർ ചികിത്സയിൽ കഴിയുന്നത്. അവരുടെ കണ്ണിന് പൊള്ളലേറ്റിട്ടുണ്ട്, കഴുത്തിന് പൊള്ളലേറ്റിട്ടുണ്ട്, നെഞ്ചിന് പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ ഈ പുറത്ത് കാണുന്ന പൊള്ളലുകൾക്കപ്പുറം ആന്തരികാവയവങ്ങൾ എത്രമേൽ ഈ പരുക്ക് പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നതാണ് പരിശോധിച്ചു വരുന്നത്. അതിന് ഏതാനും പരിശോധനകൾ കൂടി പൂർത്തിയാവണമെന്നാണ് അറിയിക്കുന്നത്. നമുക്ക് പുറമെ ചിലപ്പോൾ വല്ലാതെ പ്രകടമായില്ലെങ്കിൽ പോലും ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റാൽ പിന്നീട് അത് ഗുരുതരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഭക്ഷണം ഒട്ടും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ, ജ്യൂസ് ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകിയാൽ പോലും അത് പുറത്തേക്ക് ഛർദ്ദിച്ചു കളയുന്ന അവസ്ഥ, അങ്ങനെ പൂർണ്ണമായും ഭക്ഷണത്തെ നിരാശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ശരീരം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എത്രമാത്രം ഇനി ആരോഗ്യനിലയെ ബാധിക്കും, എങ്ങനെ കണ്ടാണ് ഇനി പരിശോധനാ ഫലങ്ങൾ വരികയെന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ഗുരുതരമായ പരുക്കൾ തന്നെയാണ് അവർക്കുള്ളത്. വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ പരിക്കേറ്റ കണ്ണിന് വീണ്ടും പൊള്ളലേറ്റിട്ടുണ്ട്, കഴുത്തിന്റെ ഭാഗം പൊള്ളി നിൽക്കുന്നു, നെഞ്ചുഭാഗം
പൂർണ്ണമായി പൊള്ളിയിരിക്കുന്നു, പുറകുവശം പൊള്ളിയിരിക്കുന്നു. ഇതിനൊക്കെ ഉപരി ഇതിന്റെ നട്ടെല്ലിന് ഗുരുതരമായ പരിക്കുകൾ നേരത്തെ ഇയാളുടെ മർദ്ദനത്തിൽ തന്നെയാണ് ഏറ്റത്. അന്ന് ചികിത്സ നടത്തി അത് ഏതാണ്ട് ഒരു ഭേദമാവുന്ന സാഹചര്യം ഉണ്ടായാലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് വളരെ വഷളാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ജോലി എടുക്കാൻ പോലും കഴിയാതെ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിയത്. 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലേക്കാണ് ഇപ്പോൾ ഈ ആസിഡിന്റെ പൊള്ളൽ ഏറ്റിരിക്കുന്നത്. രഞ്ജിത്ത്, അനീഷ്, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ യുവതി പോലീസ് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നിഷ്ക്രിയമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ഈ അമ്മ പറയുന്നുണ്ട്, ഈ യുവതിയുടെ അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ഈ സംഭവം ഇത്രയധികം വഷളായതിനു ശേഷം, അതായത് ഈ ആക്രമണമൊക്കെ നടത്തിയതിനു ശേഷം പോലീസ് കാര്യമായി ഇടപെടുന്നുണ്ടോ? എന്തൊക്കെ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനകം സംഭവിച്ചിട്ടുണ്ട്? മേപ്പൂർ പോലീസ് ഇന്നലെ തന്നെ ഈ ആയുർവേദ ആശുപത്രി നിലനിൽക്കുന്ന സ്ഥലത്തെ പോലീസ് ഇതിനകം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം ഈ ബാലുശ്ശേരി പോലീസിലേക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും അനുബന്ധ നടപടികളായി അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്താണ് ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്നാണ്. കാരണം കഴിഞ്ഞ ഓരോ തവണയും ഗുരുതരമായ ഗാർഹിക പീഡനത്തിന്, ഗുരുതരമായ മാനസിക പീഡനത്തിനൊക്കെ ഈ യുവതിയെ വിധേയമാക്കിയ ശേഷവും നിർബാധം അയാൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുന്നതിനും വീണ്ടും വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള ഒരു കെൽപ്പുണ്ടായി. അത് എങ്ങനെ ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും കാര്യമായി ചിന്തിക്കേണ്ടത്. ഇത്രയധികം തവണ ഒരാൾക്കെതിരെ പരാതി നൽകുമ്പോഴും അയാൾക്ക് എങ്ങനെ സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നു? നേരത്തെ ഏതാണ്ട് കുറച്ച് ദിവസം മുമ്പ്, 2 ദിവസം മുമ്പും ഒരു ബൈക്കിൽ പിന്തുടർന്ന് ഒന്ന് ശല്യപ്പെടുത്താൻ ശ്രമിച്ചു. അന്നും ഇന്നലെ സംഭവം നടക്കുമ്പോൾ കൈവശമുള്ള പോലെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ ഈ ആസിഡ് പ്രയോഗം പോലുള്ള കാര്യങ്ങളാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ താമസിച്ചിരുന്ന വീട്ടിലെത്തുകയും വീടിന്റെ ജനലിൽ കൂടി ഈ യുവതി കിടക്കുന്ന ദൃശ്യങ്ങൾ എടുക്കുകയും അത് പിന്നീട് മറ്റൊരു നമ്പറിൽ നിന്ന് ഇവർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതായത് എന്റെ വെളിപ്പാട് അകലെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺവട്ടത്ത് ഞാനുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഏത് നിമിഷവും വീട്ടിലേക്ക് കയറാൻ പറ്റും എന്ന ഒരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ മറ്റ് അക്രമ രീതികൾ നടത്താതെ ഈ മുഖം വികൃതമാക്കുക അല്ലെങ്കിൽ ശരീരം വികൃതമാക്കുക എന്ന ഒരു മാനസിക വൈകല്യത്തിലേക്ക് പ്രതി നീങ്ങിയതാണ് ഇത്തരമൊരു ആസിഡ് പ്രയോഗം നടത്താൻ അയാളെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും തന്നോടൊപ്പം ഇനി ഇവർക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എവിടെയും പോയി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, വിരൂപമായ മുഖവുമായി മറ്റുള്ളവരെ കാണുന്ന തരത്തിലേക്ക് ജീവിതം ദുരിതപൂർവ്വം തള്ളി നീക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ തന്നെയാവും ആ പ്രതിക്കുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഈ കേസിലേലും കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വിചാരണയിലേക്കും ഉടനെങ്ങും പുറത്തു വരാതിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. കാരണം ഈ കുടുംബത്തിന് വലിയ ഭീഷണിയുണ്ട്. അമ്മയും അച്ഛനും സഹോദരനും ഒക്കെ അടക്കമുള്ളവരെ പലവട്ടം മർദ്ദിച്ച പ്രതിയാണ്. അതുകൊണ്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവരുടെ ജീവൻ കൂടി ആപത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ ജീവനുള്ള ഒരു സംരക്ഷണം കൂടി പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അതീവ ഗുരുതരമായ സംഭവിച്ചിരിക്കുന്നു. അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗൗരവതരമായ അനാസ്ഥയും സംഭവിച്ചിരിക്കുന്നു. പ്രതിക്ക് ഇത്രയധികം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടും പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. സമൂഹത്തിൽ വിലസാൻ ഇയാളെ അനുവദിച്ചു. അതിൻ്റെ പരിണിത ഫലമായി ഇതാ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നേരെ, ആ യുവതിക്ക് നേരെ ആസിഡ് ഒഴിച്ച് അവരെ അർദ്ധപ്രാണനായി മാറ്റിയ പശ്ചാത്തലം ഒരുങ്ങിയിരിക്കുകയാണ്. സംശയമില്ല, നമ്മുടെ പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിയെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നരാധിപനെ ഈ പ്രവർത്തിക്ക് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത വരുന്നത്, ഹോൺ മുഴക്കിയതിൽ പ്രകോപിതനായി കാർ യാത്രക്കാരനെ ലഹരിക്കേസ് പ്രതി ക്രൂരമായി മർദ്ദിച്ചു. മലപ്പുറം ചങ്ങരംകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. തൃത്താല സ്വദേശിയായ ഇർഷാദിനാണ് മർദ്ദനമേറ്റത്. കല്ലുംപുറത്തെ ഭാര്യാ വീട്ടിലേക്ക് കുടുംബസമേതം നോമ്പ് തുറക്കാൻ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം. എടപ്പാളിൽ നിന്ന് ചങ്ങരംകുളത്തേക്ക് നോമ്പുറക്കാൻ പോകുന്ന വഴി ഏതാണ്ട് നമ്മൾ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ വഴി വെച്ചിട്ട് ഒരാൾ ബൈക്കിൽ വന്നു. അപ്പോൾ ഞാനത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ഹോണടിച്ച്, ആ ഹോണടിച്ചിൽ പ്രകോപിതനായിട്ട് അയാൾ വന്നിട്ട് എന്നെ അസഭ്യം പറയും. ഫാമിലി വണ്ടിയിലുണ്ടായിരുന്നു, ഫാമിലിയൊക്കെ ചീത്ത പറയുകയും ചെയ്തു. അങ്ങനെ അയാളത് പോയി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അയാളത് പോയില്ല. എന്നെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിന്തുടർന്ന് ഏതാണ്ട് അറഫ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പമ്പ് വരെ ഏതാണ്ട് എൻ്റെ വണ്ടിയുടെ 2 സൈഡിലും ആയിട്ട് പിന്തുടർന്ന് വന്ന് എൻ്റെ വണ്ടിയിലുള്ള കുട്ടികളെയും ഫാമിലിയും ഭയപ്പെടുത്തുകയും വണ്ടിയുടെ സൈഡിലാകെ ഉരച്ച് സ്ക്രാച്ച് വരുത്തുകയും അതിനുശേഷം വണ്ടി ഏതാണ്ട് പമ്പിന് മറ്റേ ചങ്ങരംകുളം ആ പമ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ആൾ ക്രോസ് ചെയ്ത് നിർത്തി വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി.
എൻ്റെ മുഖത്തടിച്ച് എൻ്റെ മുഖത്ത് ഇവിടെ പരിക്ക് പറ്റി എന്ന പോലെ വണ്ടിയുടെ ചാവി വലിച്ചൂരി ചാവി വളച്ച് എന്നപോലെ എന്നെ മർദ്ദിക്കുകയുണ്ടായി. ഇർഷാദിൻ്റെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇയാൾ CCTV ദൃശ്യങ്ങളിലൊക്കെ ബൈക്ക് ഈ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ കുതിച്ചു പായുന്നത് കാണാം. ഇയാൾ ആരാണെന്നുള്ളത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. അതിനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അത് ഈ കോഴിക്കോട്ടെ കേസ് പോലെ പോലീസ് ഇതുവരെ അനങ്ങിയിട്ടില്ല എന്നുണ്ടോ? അനുമോദ് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അനുമോദ്, ഓഡിയോ സംവിധാനം ഒന്ന് ശരിയാക്കണം. എൻ്റെ ചോദ്യം അനുമോദ് കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ അത് കാണാം. ഈ യുവാവിനെ, ഈ കാറിൽ സഞ്ചരിച്ച കുടുംബത്തെ പിന്തുടരുന്ന ഒരു ബൈക്ക് യാത്രികനെ കാണാം. ഹോൺ അടിച്ചു എന്നത് മാത്രമാണ് പ്രകോപനം. അനുമോദ് തുടരാം, കേൾക്കാം. ഡി ഹണ്ട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളെ പോലീസ് ഈ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി ചോദ്യം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഇയാൾ മുമ്പ് ചില ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയായിരുന്നു എന്നാണ് പറയുന്നത്. നിലവിൽ പ്രതിയാണ് എന്നല്ല, മുൻപ് പ്രതിയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ലഹരിമരുന്നിനെതിരായ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻപ് ഇതിൻ്റെ കണ്ണികളായിട്ടുള്ളവരെല്ലാം പോലീസ് പലതരത്തിലും ചോദ്യം ചെയ്യും, വിളിപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വിളിപ്പിച്ചിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലും മറ്റും പൂർത്തിയായി മടങ്ങിപ്പോകുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളുടെ ബൈക്കിന് തൊട്ടുപിന്നിൽ ഹോൺ അടിച്ചു എന്നാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് മറികടന്നു പോയ കാറിനെ വിടാതെ പിന്തുടർന്ന് ഇയാൾ ആ കാർ ഒരു ബസ്സിൻ്റെ ബാക്കിൽ നിർത്തിയപ്പോൾ ബൈക്ക് പുറകേട്ട് ഇറങ്ങി ഈ കാർ യാത്രികയായ ഇർഷാദിനെ ആക്രമിച്ചു എന്നാണ് കേസ്. കാറിന് സാമാന്യം നല്ല കേടുപാടുണ്ട്, ഈ ഇർഷാദിനും പരിക്കുണ്ട്. ഈ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് പറയാനാകില്ല. കാരണം ഇയാൾ അന്ന് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും ഇയാൾ ലഹരി ഉപയോഗിച്ചതാവാൻ സാധ്യതയില്ല. അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ലഹരി ഉപയോഗിച്ചതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും നിലവിൽ ഇയാൾ ഇപ്പോൾ ഒളിവിലാണുള്ളത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മുൻപ് ലഹരി കഞ്ചാവും മറ്റും കൈവശം വെച്ചതിൻ്റെയും പേരിലാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ഒരു ഹോൺ മുഴക്കിയതിൻ്റെ പ്രകോപനത്തിൽ ഒരു യാത്രികനെ ക്രൂരമായി മർദ്ദിക്കുകയും വാഹനം വലിയ തോതിൽ കേടുപാട് വരുത്തുകയും ചെയ്തു എന്നുള്ളത് ജാമ്യമില്ലാത്ത കുറ്റം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇയാൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള അത്തരത്തിലുള്ള വകുപ്പുകളാണ്. ലഹരി ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചിട്ടില്ല. കാരണം അന്ന് മറ്റൊരു കേസുണ്ട്, അല്ലെങ്കിൽ ഈ ഡി ഹണ്ടിന്റെ ഇയാൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അത് പോലീസിന് വളരെ വ്യക്തമാണ്. ഇത്തരം കേസുകളിൽ പെടുന്ന ആളാണ്, ലഹരി കൈവശം വെക്കുന്ന ആളാണ്. ഈ അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്റ്റേഷനിൽ നിന്നു വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ലഹരി ഉപയോഗിക്കാനുള്ള, അതിന് ശേഷം ലഹരി ഉപയോഗിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ലഹരിയുടെ ഒന്നും ഈ പറഞ്ഞ പോലെ ലഹരിയിലല്ലാതെ ഇത്തരം പ്രവർത്തികൾ, കേവലം ഒരു ഹോണിൻ്റെ പേരിൽ ഒരാളെ അടിക്കുക, അത് കുടുംബമായി പോകുന്ന ഒരാൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക, കാറ് തകർക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ മാനസിക നിലയിലുള്ള ഒരാൾക്ക് അത്ര പെട്ടെന്ന് സാധ്യമായൊരു കാര്യമല്ല. ഒന്നിൽ ഇയാൾ സ്ഥിരം ലഹരിക്ക് അടിമയായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികാവസ്ഥയിലുള്ള ആളായിരിക്കണം. അല്ല, നമുക്കത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസമായിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണം. അപ്പോൾ അയാൾക്കൊരു ലഹരിയുടെ പശ്ചാത്തലമുണ്ട്, ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ അയാൾ ലഹരി ഉപയോഗിച്ചു ഇല്ലയോ എന്ന് നമുക്ക് പറയാനാകില്ല. ഒരു പക്ഷേ ലഹരി ഉപയോഗിക്കാത്ത ആൾക്ക് വൈകുന്നേരം വരെ അത് ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും നമുക്ക് പറയാനാകില്ല. പ്രകോപനം കാറിൻ്റെ ഹോണടി മാത്രമാണ് എന്നുള്ളതാണ് പരാതിയിലുള്ളത്, പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉള്ള ഒരു വിവരം. നിലവിൽ ഇയാൾ ഒളിവിലുമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ സാധാരണഗതിയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു സൈക്കോളജി, അവർ പെട്ടെന്ന് പ്രകോപിതരാകുന്ന സ്വഭാവത്തിലേക്ക് എത്തുകയും വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഈ ലഹരിയുടെ സ്വാധീനം ഈ പ്രവൃത്തിക്കുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ സംശയിക്കാം. എന്നാണെങ്കിൽ അതിൽ പോലീസ് തന്നെയാണ് അതിലൊരു കൃത്യമായ മറുപടി പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ. ശരി അനുമോദ്, നമുക്ക് പെരുമ്പാവൂരിലേക്കൊന്ന് പോകണം. അവിടെ വാഴക്കുളം പാരിയത്തുകാവ് കോളനി ഒഴിപ്പിക്കൽ നടപടികൾക്കിടെ സംഘർഷമുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അഭിഭാഷക സംഘത്തിന് നേരെ സമരസമിതി പ്രതിഷേധിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്.
ബഹുമാനപ്പെട്ട കോടതിയെ ഇന്ന് കേസെടുക്കാൻ പോവാണ്. ഇന്ന് കേസെടുക്കാണ്. അതെടുക്കട്ടെ, കേസെടുക്കട്ടെ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് കേൾക്കട്ടെ. ചുമ്മാ കിടന്ന് ഒച്ച എടുക്കല്ലേ? സുപ്രീം കോടതി കേസ് ഇന്ന് പരിഗണിക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന ആളുകളെ അവരെ പോയി ഇറങ്ങി സമരം വീട്ടിൽ കൊണ്ടുപോകും. ബഹുമാനപ്പെട്ട കോടതിയാണ് പറഞ്ഞത്. സുപ്രീം കോടതി കേസ് കേൾക്കാൻ വേണ്ടി പോവാണ്. അത് തെറ്റാണ്. സുപ്രീം കോടതി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സുപ്രീം കോടതി വിധി അങ്ങനെയല്ല. മനസ്സിലാവുണ്ടോ? നിങ്ങളെ ശരിയായ വിധിയായിട്ട് പോവാ. നടപടി അവരെ കുട്ടികളുടെ സാറ് കൊണ്ടുപോകും. അങ്ങനെ പറയല്ലേ? ഒന്ന് കേൾക്കാമോ? ജയമാരന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ജയമാരന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ജീവൻ തന്നെ പോയാലോ, ജീവൻ തന്നെ പോയാലോ, പുറകോട്ടിൽ നിന്നോളൂ, പുറകോട്ടിൽ നിന്നോളൂ.
സുപ്രീം കോടതി വിധിയുടെ പകർപ്പ് ബഹുമാനപ്പെട്ട SHO കൊടുത്തിട്ടുണ്ട്, ആഡിയോന് കൊടുത്തിട്ടുണ്ട്. ആഡിയോ പറയട്ടെ, ഇവിടെ ഞങ്ങളൊന്നും ഓർഡർ സിറ്റുവേഷൻ സൃഷ്ടിക്കണില്ല. ബഹുമാനപ്പെട്ട കമ്മീഷൻ നിയമം പാലിക്കണം. സുപ്രീം കോടതി ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കണം. ഇന്ന് കോടതി കേസ് പാലിക്കുന്നുണ്ട്. നിങ്ങൾ നിയമത്തിന് മുന്നിലല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ നിയമം പാലിക്കുന്നവർ. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ നിയമം പാലിക്കുന്നവർ. കമ്മീഷൻ ഗുണ്ടയെ പോലെ പെരുമാറരുത്. കേസ് കേട്ടതിന് ശേഷം മാത്രം ഇദ്ദേഹം പറയുന്നത് ജനപ്രതികൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ജനപ്രതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കൂടെയാ. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ വിധിയും മാനിക്കുന്നു. പക്ഷെ ഞങ്ങൾ എന്താ പറയുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് കേൾക്കാനിരിക്കെ എന്തിനാ ഈ അതിക്രമം, അതും പിറകിലൂടെ വന്ന് എന്തിനാ ഈ അതിക്രമം, ആർക്കു വേണ്ടിയാ? അത് നടപ്പിലാവില്ല, നടപ്പിലാക്കാൻ ഞങ്ങൾ സാധിക്കില്ല. ഞങ്ങളോട് മര്യാദയ്ക്ക് അത് ഞങ്ങളോട് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി ഞങ്ങൾ പ്രതികരിക്കും. ഓർത്തോ, ഞങ്ങളോട് ഇന്ന് ഒന്നും നടക്കില്ല. സുപ്രീം കോടതി കേൾക്കട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണട്ടെ, അതിനുശേഷം മാത്രം ആയിക്കോട്ടെ. സുപ്രീം കോടതി ഈ അഷറഫിനെയും കേട്ടു, ഈ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി പറഞ്ഞു. ഇന്ന് വേറെ വീടുകളുണ്ട് ഇവിടെ. ആർക്ക് വീട്? ഇഷ്ടമുള്ളടത്ത് കയറാം. നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുക. നിങ്ങളുടെ വീടിന് മുമ്പിൽ നിങ്ങളുടെ വീടിന് മുമ്പിൽ നിങ്ങളുടെ വീടിന് മുമ്പിൽ പെരിയാർ വാലി കനാലുണ്ട്. നിങ്ങൾക്കും പെരിയാർ വാലി നിങ്ങൾക്കെന്താ ഞങ്ങൾക്ക് കോടതിയുണ്ട്. ഞാൻ ഇവിടെ ഉള്ള ആളാണ്. കോടതിയുണ്ട്. മാറ്റാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇവിടെ നിൽക്കാൻ അവകാശമുണ്ട്. ഇല്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾ പറഞ്ഞ കോടതി നിയമം പാലിക്കണം. നിയമം പാലിക്കണം. നിയമവിരുദ്ധമായി ഗുണ്ടായിസം കാണിക്കരുത്. സ്ത്രീകൾ കുട്ടികളെ 5 പേരുണ്ട്. നിയമം പാലിക്കണം. 5 പേര് കൂടി കോടതി നിയമം പാലിക്കണം. തടസ്സപ്പെടുത്തുക. 5 പേരേ ഉള്ളൂ. ഈ 5 പേര് കോടതി കുട്ടികൾ ഫ്രണ്ടിലേക്ക് വാ. അനെ ആ കുട്ടികൾ ഫ്രണ്ടിലേക്ക്. കുട്ടികൾ കൂടെ ഫ്രണ്ടിലേക്ക്. ഇല്ലല്ല, ഈ സമരം അവസാനിക്കുന്നവരെ, ഈ പാവങ്ങൾക്ക് നീതി കിട്ടുന്നവരെ, ഈ മണ്ണിനകത്ത് മരിക്കേണ്ടി വന്നാലും ഒരടി പിറകോട്ട് പോകാൻ ഈ പ്രസ്ഥാനവും ഈ സഖാക്കളും തയ്യാറല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. കമ്മീഷൻ കോടതിയോട് മൈക്കിനോട് നിങ്ങളെന്താ, നിങ്ങൾ ആരാ? ഇയാളെന്താ ഈ പറയുന്നത്? നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥരല്ലേ? അല്ലെ ആ പിള്ളേർ ഫ്രണ്ടിലേക്ക് ഇട്ട പിള്ളേർ സ്ത്രീകൾ ഫ്രണ്ടിലേക്ക് ഇട്ടെ. അല്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാ അവരാ സ്ത്രീകൾ ഫ്രണ്ടിലേക്ക് ഇട്ടു. നിങ്ങൾക്ക് കൽപ്പിക്കാൻ എന്തിനാ ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. നോട്ടീസ് കൈപ്പറ്റേണ്ട ഒരു വ്യക്തിയാണ് PT സജി. ബഹുമാനപ്പെട്ട സർക്കാരിന്റെ നോട്ടീസ് ആർക്കാ നോട്ടീസ് കൊടുത്തേ? ഞാനവിടെ ഉണ്ടായിരുന്നേ ഉള്ളൂ. നിങ്ങളെ മാറ്റാൻ ഞങ്ങൾ എവിടെ വേണമെങ്കിൽ മാറ്റിക്കോ. എന്നെ എന്ന് മാറ്റിക്കോ. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. പ്ലീസ് ഒരു ഇഷ്യൂലേക്ക് പോകല്ലേ. ഇതിലേക്ക് പോകുന്നില്ല. ഈ കുട്ടികളെ അവരൊക്കെ എക്സാം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു കേട്ടോ. ബാലാവകാശ കമ്മീഷൻ ഇടപെടും. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക പിള്ളേർക്ക്. കുഴപ്പമുണ്ടാക്കല്ലേ.
ഏതെങ്കിലും ആള് ഓട് വലിച്ചു വരുമോ? കമ്മീഷൻ പറഞ്ഞ രീതിയാണ് ഇങ്ങനെ കാണിച്ചത്. അങ്ങനെയാണോ? കമ്മീഷൻ ബന്ധപ്പെട്ട സാറിന്ന് ദയവായിട്ട് ഒന്ന് പോകൂ, ഇന്ന് പോകൂ പ്ലീസ്. ഞാൻ പറയട്ടെ, അങ്ങനെ അവരുടെ വീടുകളിലേക്കല്ല ഞങ്ങള് രാവിലെ പോലീസുമാരുടെ ആളുകൾ സാറ് കോടതി പോയി റിപ്പോർട്ട് ചെയ്യാൻ അപ്പൊ അത് രക്തച്ചൊരിച്ചതിന് ശേഷം നടപ്പിലാവും. സാറിന് തെറ്റിദ്ധാരണയാണ്. നിയമത്തെ മാനിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മാന്യത വേണ്ടേ? നിങ്ങൾ എന്താ കോടതി പറയേണ്ട കാര്യം കോടതിയിലെ പറയണേ. കോടതി പറയുന്നുണ്ട്. തിരിച്ചു പോകണം. അല്ലേ? എന്നോട് ഇദ്ദേഹത്തോടും നടത്തിയിട്ട് വരാവുന്നു. അറിയില്ല സാർ, അത് ഇവരുടെ തീരുമാനമാണ്. അത് ഇവരുടെ ഇന്നത്തെ ഇത് വരട്ടെ, പ്ലീസ്. കോടതി പറയണ്ടേ? അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എത്രയോ ഈ ഉദ്യോഗസ്ഥന് എന്താ കാര്യം? ഞങ്ങൾക്ക് കോടതി ഈ മനുഷ്യരുടെ ഒപ്പം നിൽക്കാതിരിക്കാൻ പറ്റുമോ? ഈ കുട്ടികളുടെ ഒപ്പം നിൽക്കാതിരിക്കാൻ പറ്റുമോ? അതെന്താ സാർ അങ്ങനെ പറയണത്? ഇവിടെ വളരെ മാന്യമായിട്ട് ഞങ്ങൾ പെരുമാറുന്നത്. 10 മിനിറ്റ് വളരെ അദ്ദേഹം ശരിയാണ്. അവിടെ ഇവിടെ ഈ ആളുകളെ കുട്ടികൾ ഇവരുടെ കാര്യങ്ങൾ പോയി കോടതിയിൽ പറ. അങ്ങനെ പറയല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഈ മക്കളോടെ പോകും, ഈ കുട്ടികളോടെ പോകും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്ന് ഒഴിപ്പിക്കാനല്ല പോണേ. സുപ്രീം കോടതി പറയട്ടെ. ഇന്ന് വിളിക്കുന്നുണ്ട്. അവരൊക്കെ മാറുന്നു. കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. അവരെ കോടതി ഉത്തരവ് ശരിയാ. അത് ഞങ്ങൾ കോടതി ഉത്തരവ് വായിച്ചു നോക്കി. അവരോട് പറയാം, അവിടെ നിൽക്കുന്നവർക്കെതിരെയാണ് വിധി, നിങ്ങൾക്കെതിരെയല്ല വിധി. അവിടെ ഉള്ളവർക്കെതിരെയാണ് വിധി. കുട്ടികളെ ഇവർക്ക് പകരം സംവിധാനം ഉണ്ടാക്കണ്ടേ? ആർക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്? ചോദിക്കുന്നത് പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? സജിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? എന്തിനാ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ പാവങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നത്? കമ്മീഷൻ നീതി പാലിക്കുക. കമ്മീഷൻ നീതി പാലിക്കുക. സാറേ സാറേ അപ്പോഴേക്കും ഇവർക്ക് കിട്ടും. ആളില്ലാത്ത 2 വീടില്ല. ഇന്നത്തെ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി നോക്ക്. പ്ലീസ് ഇന്നൊന്നും നോക്കുന്നത് നിങ്ങൾ ഇന്നിപ്പോ കോടതിയിൽ പറയുക ഇത് ഇവിടെ ജനരോഷമാണ്, അതുകൊണ്ട് പ്രായോഗികമല്ല എന്ന് പറയാം. ഞാൻ പറയട്ടെ, 6 മണി വരെ ഇവിടെ
ഞാൻ അത് ചെയ്യില്ല. ഞാൻ രണ്ട് വീടുണ്ട്, വീടെടുക്കണം. ബാക്കി അവിടേക്ക് ആളില്ലാത്ത വീടിന് അവര് കേസിലില്ലാത്തവരാണ്. അവര് കേസിലില്ല. അവര് കേസിലില്ല. അവര് വിധിയിലുണ്ട്. സുപ്രീം കോടതിയിലൊന്നും പോയിട്ടില്ല. അവര് സുപ്രീം കോടതി നിങ്ങൾ ഒരിടത്തും കയറില്ല. എന്റെ അതിനൊന്നും പഴയ വീടിന്റെ പഴയ വീട് നോക്കിയിട്ട് ഞാൻ പോകോളാം. ആളില്ലാത്ത വീടാണ്. അതുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്. സാറിന് ഞങ്ങൾക്ക് സമാനം ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എനിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഒന്നും പേടിക്കാൻ ഈ കാതിന് തെളിവ് വന്ന് നിങ്ങളെ സംരക്ഷിക്കാനല്ല, നിങ്ങളെ സംരക്ഷിക്കാനല്ല കാതിന് തെളിവ് വന്നത്. ഇല്ല ഇല്ല, കേരള കേരള എനിക്ക് പറയാൻ അവസരത്താട്ടെ. നിങ്ങള് എന്നോട് പറയണ്ട. പറയാവുന്ന അവസരം പ്രിയപ്പെട്ട മാധ്യമങ്ങൾ, പോലീസുകാരും കമ്മീഷൻ പോകാൻ റെഡിയായിരിക്കും. നിങ്ങൾ വഴി അറിയാതിരുന്നാൽ മതി. ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വന്ന വഴിക്ക് തിരിച്ച്. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ പിൻവാതിലൂടെ വരുന്നതിനാ. നിങ്ങൾ യഥാർത്ഥമായി വിധി നിങ്ങളുടെ കയ്യിൽ പിൻവാതിൽ വരാൻ ആവശ്യമുണ്ടോ? നേർവഴിക്ക് വരാലോ. നേർവഴിക്ക് വരാൻ കിഴക്കമ്പലം പഞ്ചായത്തിൽ പോയി ഇറങ്ങി വാഴക്കൊണ്ടത് പറഞ്ഞോ അതനുസരിച്ച് ഞാൻ കുട്ടികൾക്കൊക്കെ പരീക്ഷ ഉള്ളത്. ഞങ്ങളുടെ ചോദ്യം അതാണ്. നിങ്ങൾക്ക് മക്കളില്ലേ? ഇവരെവിടെ പോവും? നിങ്ങൾ മനുഷ്യരല്ലേ? ഇവരെ ഞങ്ങൾ കൂടുന്നതല്ല കേട്ടോ, ഞങ്ങൾ കൂടുന്നതല്ല. നിങ്ങൾക്ക് മനുഷ്യത്വം. ഈ മക്കളെവിടെ പോവും? ഒരു ദിവസം നിങ്ങൾ പെരുമ്പാവൂർ വാഴക്കുളം പാരിയത്ത് കാവ് കോളനിയിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. വാക്ക് സംഘർഷത്തിലേക്ക് എത്തിയിട്ടില്ല, വാക്ക് തർക്കം നടക്കുന്നത്. അഭിഭാഷക കമ്മീഷനും ഒപ്പം RDO അടക്കമുള്ളവർ രംഗത്തുണ്ട്. പോലീസിന്റെ വലിയ സാന്നിധ്യം കൂടി അവിടെയുണ്ട്. ഒരു കാരണവശാലും കോളനി ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അഭിഭാഷക കമ്മീഷനോട് ഈ സ്ഥലവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ പതിയെ ഈ സ്ഥലം തീർന്നു മാറാനുള്ള ശ്രമത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലും പോലീസിന്റെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. സമരസമിതിയുടെ പ്രതിഷേധം തുടരുകയുമാണ്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. BJP പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജന്റെ സഹോദരൻ PM മനോരാജും ഉൾപ്പെടെയുള്ളവർക്കാണ് ജീവപര്യന്തം. 11ാം പ്രതി പ്രദീപിന് 3 വർഷം കഠിന തടവ് ശിക്ഷിച്ചു. CPM വിട്ട് BJPയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സൂരജിനെ കൊന്നത്. വിധിയിൽ വളരെ സന്തോഷമുണ്ട്. 20 വർഷത്തെ നിയമപോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിന്യായം കിട്ടിയിട്ടില്ല, വിധി പറഞ്ഞതേയുള്ളൂ. അതായത് ഇതിൽ മരണപ്പെട്ട സൂരജിൻ്റെ ഉറ്റ സുഹൃത്ത് 21ാം സാക്ഷിയായിരുന്ന അനിൽകുമാർ, അദ്ദേഹമായിരുന്നു 6 മാസം ചികിത്സയിലുണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹം വരെ ഈ കേസിൽ കൂറുമാറിയ ഒരു അവസ്ഥയുണ്ടായി. അതുപോലെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു പ്രശാന്ത്, ഈ ഒന്നിച്ചുണ്ടായിരുന്ന കൊല്ലപ്പെടുന്ന സമയത്തിന് ഒരു സെക്കൻഡ് വരെ മുൻപ് വരെ ഒന്നിച്ചുണ്ടായിരുന്ന പ്രശാന്ത്, അവരും ഈ കേസിൽ കൂറുമാറിയിട്ടുണ്ട്.
ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, CPM വിട്ട് BJPയിൽ ചേർന്നതിൻ്റെ വൈരാഗ്യം, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ വളരെ കാര്യമായി നടന്നിരുന്ന ഒരു സമയത്തുണ്ടായ സംഭവം കൂടിയാണ്. എന്താണ് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം, ഒപ്പം വിധിന്യായത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ? രഞ്ജിത്ത്, കണ്ണൂർ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് വധക്കേസിലാണ് ഇന്ന് നിർണായകമായ വിധി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. 2005 ഓഗസ്റ്റിൽ 7-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. CPM വിട്ട് BJPയിൽ ചേർന്ന സൂരജിനെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുക കേസിലാണ് 20 വർഷത്തോളം അടുത്ത നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വിധി വന്നത് എന്നതാണ് ഏറെ നിർണായകം. 8 പേർക്കാണ് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം പിഴയുമുണ്ട്. പിഴത്തുക സൂരജിൻ്റെ അമ്മയ്ക്ക് കൈമാറണം എന്നാണ് ശിക്ഷാവിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 8 പ്രവർത്തകരും CPM പശ്ചാത്തലമുള്ളവരും അതോടൊപ്പം തന്നെ CPMൻ്റെ സജീവ പ്രവർത്തകരുമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട 8 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഒരാളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഈ കേസിന് ആസ്പദമായ സംഭവം നടന്ന് 20 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു ശിക്ഷ വരുന്നു എന്നത് പ്രസക്തമാണ്. ആ ശിക്ഷയിലേക്ക് നയിച്ചത് സൂരജിൻ്റെ അമ്മയടക്കം നടത്തിയ നിരന്തരമായ നിയമ പോരാട്ടങ്ങളാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. 2005-ൽ സംഭവം നടന്ന ശേഷം 2010-ൽ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കമായി. പക്ഷേ ആ ഘട്ടത്തിലും പല പ്രതിസന്ധികളും നേരിട്ടു. തുടർന്ന് സൂരജിൻ്റെ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേസിന് ഒരു വേഗം കൈവന്നത്. പക്ഷേ ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിയത് TP ചന്ദ്രശേഖരൻ വധമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷ് 2012-ൽ അറസ്റ്റിലാവുന്നു. അതിനുശേഷം സൂരജ് വധവുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റസമ്മത മൊഴി ഈ TK രജീഷ് നൽകുന്നു. ആ കുറ്റസമ്മത മൊഴിയിൽ താനും അതോടൊപ്പം തന്നെ PM മനോരാജും, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരനാണ്, ഈ ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നൊരു മൊഴി അദ്ദേഹം നൽകി. ആ മൊഴിയാണ് ഈ കേസിൽ നിർണായകമായത്. തുടർന്ന് TK രജീഷിനെയും അതോടൊപ്പം തന്നെ PM മനോരാജിനെയും പ്രതി ചേർത്തുകൊണ്ട് ഒരു അനുബന്ധ കുറ്റപത്രം നൽകി. അത്തരത്തിലാണ് കേസിലെ പ്രതികളിൽ ആദ്യം ഉണ്ടാവാത്ത PM മനോരാജ് പിന്നീട് പ്രതിയാകുന്നത്. പിന്നീട് വിചാരണ നടക്കുന്നു. സാക്ഷികൾ ഈ 2 പ്രതികളെയും നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളെ തിരിച്ചറിയുന്നു. അങ്ങനെ ഈ കേസിൽ അവരും ഉൾപ്പെടുന്നു. അങ്ങനെയാണ് ഒരു നിർണായക വഴിത്തിരിവ് ഈ കേസിൽ ഉണ്ടായത്. 2005 ഓഗസ്റ്റ് 7-ന് സ്വകാര്യ കാര്യത്തിനായി രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സൂരജിനെ ഓട്ടോയിലെത്തിയ 5-അംഗ സംഘമാണ് വടിവാൾ കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റു പല ആയുധങ്ങൾ കൊണ്ടും കഴുത്തിനു മീതെയും ശരീരമാസകലവും വെട്ടി കൊലപ്പെടുത്തിയത്. ഇതിന് 1 വർഷം മുൻപ് തന്നെ സമാനമായ ആക്രമണം സൂരജിന് നേരെ നടന്നിരുന്നു. CPM വിട്ട് BJPയിൽ ചേർന്നതിൻ്റെ പകയായിരുന്നു അതിനും കാരണം. 6 മാസത്തോളം 2004 ജൂലൈയിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം സൂരജിന് നേരെ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. 2 കാലുകൾക്കും സൂരജിന് വെട്ടേറ്റു. തുടർന്ന് 6 മാസത്തോളം ചികിത്സയിലായിരുന്നു. അതിനുശേഷം ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ബാംഗ്ലൂരിൽ പോയി തിരികെ എത്തി 1 വർഷമാകുമ്പോൾ, ആദ്യം സൂരജിനെ വെട്ടി 1 വർഷമാകുമ്പോൾ തന്നെ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇത്തരത്തിലും തീരാത്തൊരു വൈരാഗ്യം ആണ് നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അടക്കം ചൂണ്ടിക്കാട്ടിയത്. അതായത് സൂരജിൻ്റെ മൃതദേഹം അടക്കിയതിനു ശേഷം ആ ശവകുടീരത്തിന് നേരെ പോലും പല ഘട്ടങ്ങളിലും ആക്രമണം ഉണ്ടായി എന്നതും ഏറെ ഗൗരവകരമായി കോടതി പരിഗണിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കഠിനമായ ശിക്ഷാവിധിയിലേക്ക് കോടതി എത്തിച്ചേർന്നത്. എന്തായാലും കേസിൽ ഈ സൂരജിനെ കൊന്ന ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 പേർക്കും അതോടൊപ്പം തന്നെ CPMൻ്റെ പ്രാദേശിക ഭാരവാഹിത്വമുണ്ടായിരുന്ന 3 പേർ, അവരാണ് ഈ ഗൂഢാലോചനയിൽ സജീവമായി പങ്കെടുത്തത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുമാണ് ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവും ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 1 മുതൽ 2 മുതൽ 9, 8 വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ. 8 പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നമുക്ക് കോട്ടയത്തേക്ക് കൊണ്ടുപോകണം. കോട്ടയത്തെ ലോൺ അടയ്ക്കാൻ വൈകിയതിൻ്റെ പേരിൽ രോഗിയായ ഗൃഹനാഥന് നേരെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആക്രമണം. പനമ്പാലം സ്വദേശി സുരേഷിനാണ് തലയിലടക്കം മർദ്ദനമേറ്റത്. കേവലം 1 മാസത്തെ തവണ മുടങ്ങിയതിനാണ് ക്രൂരമായ ഗുണ്ടായിസം ഉണ്ടായത്. ലോൺ എടുത്ത 1 വർഷം മുമ്പ് എടുത്ത അടച്ചോണ്ടിരുന്നത്. ഒരു 6-7 മാസം മുമ്പ് എനിക്ക് ചെറിയ ബ്ലോക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ല, ഫസ്റ്റ് എടുത്തിട്ട്. അപ്പോൾ ആ സമയത്ത് പെൻഡിങ് വന്നു. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ മാസം മുറ്റ അടച്ച് ലെവൽ ചെയ്ത് പോവുകയായിരുന്നു.
ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അടച്ചില്ല. അടയ്ക്കാതെ വന്നപ്പോഴത്തേക്ക് അവർ കഴിഞ്ഞ ദിവസം വന്നു. കഴിഞ്ഞ അപ്പൊ അവിടെ ഞാൻ പറയുമ്പോൾ പേനായിരിക്കുവാണ് പഠിക്കുമ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു. ഇതേപോലെ പുള്ളി അങ്ങ് പോയില്ലേ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് അവർ രണ്ടുപേരും വന്ന് അവരോട് പറഞ്ഞു പഠിക്കുവാൻ തുടങ്ങിയില്ല. ഞാൻ അടുത്തോളം അപ്പൊ പെൻഡിങ് ഈ മേലാഴി വന്നതോടുകൂടി പെൻഡിങ് വരുന്നത്, അല്ലാതെ നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടില്ല. അപ്പൊ അതോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ പറയാൻ നേരത്തെ ചേട്ടൻ പണിക്ക് വന്നേ ആ കാലിപ്പിനെ അവന് ദേഷ്യപ്പെടാൻ തെറിയാൻ പറഞ്ഞു. അത് ഈ അന്നേരം അവിടെ ഞാൻ ആ വെച്ചിരുന്ന ഒരു ആനയുടെ ഒരു 1.5 പൊക്കമുള്ളൊരു ഇരിപ്പുണ്ട് പ്ലാസ്റ്റർ പരസ്യം പൊട്ടിച്ചു. ഞാൻ അതെടുത്ത് 2.5 കിലോ വെയിറ്റ് ചെയ്തു. അത് വെച്ച് അടിക്കുമായിരുന്നു. സംഭവത്തിൽ പണമിടപാട് സ്ഥാപനമായ ബെൽസ്റ്റാർ കമ്പനിയുടെ ജീവനക്കാരൻ ജാക്സനെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, കേവലം ഒരു മാസത്തെ തവണ മാത്രം മുടങ്ങിയതിന് ഇത്തരത്തിലൊരു ആക്രമണം എന്ന് പറയുന്നത് അങ്ങനെ പതിവില്ലാത്തതാണ്. സാധാരണ കുറേ തവണകൾ മുടങ്ങുമ്പോൾ ഇത്തരം ഗുണ്ടകൾ വന്ന് പല വീടുകളിലും എത്തി ഇത്തരം സംഭവങ്ങൾ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മാസം മാത്രമെന്ന് പറയുമ്പോൾ അത്രത്തോളം ഗുണ്ടായിസം കയ്യൂക്ക് കാട്ടാനുള്ള ശ്രമമായിരിക്കണം അവരുടെ ഭാഗത്ത് നടന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഈ ലോൺ ആപ്പുകൾ ഉൾപ്പെടെയുള്ളവ വഴി എത്രത്തോളം ക്രൂരമായാണ് ഇത്തരം പല സ്വകാര്യ ഏജൻസികളും ഈ ഇടപാടുകാരിൽ നിന്ന് പണം തിരിച്ച് വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ പലതവണ കേരളത്തിൽ കണ്ടിട്ടുള്ള സംഭവമാണ്. വീട്ടമ്മമാർക്കൊക്കെ ലോൺ കൊടുത്ത ശേഷം അവരുടെ നഗ്നചിത്രങ്ങളായ അവരെ മോർഫ് ചെയ്ത് പുറത്തിറക്കി പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലം നമ്മൾ കണ്ടതുമാണ്. ഏതാണ്ട് അതിന് തുടർച്ചയായിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ വേണം ഈ ബെൽസ്റ്റാർ എന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന്, ജീവനക്കാരൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഗുണ്ടാ സമാനമായ ആക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടെയാണ് സംഭവം. ഇതൊരു വലിയ തുകയൊന്നുമല്ല രഞ്ജിത്ത്, അതാണ് ഏതാണ്ട് 36,000 രൂപയാണ് പണം ലോൺ എടുത്തത്. മാസം 2,500 രൂപ അടവുണ്ടായിരുന്നു. കഴിഞ്ഞ 7-8 മാസമായി അടച്ചു വരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം അടയ്ക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിന് ഹൃദ്രോഗ ശസ്ത്രക്രിയയെ തുടർന്ന് ഇവിടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസത്തെ അടയ്ക്കാത്തതിനെ തുടർന്ന് വലിയ സമ്മർദ്ദം പലതവണ വീട്ടിലെത്തുന്നു. ഇന്ന് രാവിലെ എത്തിയ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കണമെന്ന് രോഗിയായി വീട്ടിൽ വിശ്രമിക്കുന്ന ഹൃദ്രോഗ ചികിത്സ കഴിഞ്ഞ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളോട് പറയുന്നു. അദ്ദേഹവും തിരിച്ച് സംസാരിക്കുന്നു. ഇതൊരു തർക്കത്തിലേക്ക് പോകുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തു വന്നൊരു അറ്റാക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് കടന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശാരീരിക ആക്രമണം ഇങ്ങനെയാണെങ്കിലും പലതവണ വീട്ടിലെത്തി ഈ പണം തിരികെ കിട്ടാൻ വേണ്ടിയുള്ള നടത്തുന്ന സമ്മർദ്ദങ്ങളുടെ സ്ഥിതിവിശേഷം അത് മറ്റൊരു തരത്തിലുള്ള ആക്രമണമാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന, ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ വലിയൊരു ആനയുടെ ഒരു ശില്പമുണ്ടായിരുന്നു. ഈ ശില്പം എടുത്താണ് തലയ്ക്കടിക്കുന്നത്. തലയ്ക്കടിച്ച അദ്ദേഹത്തിന്റെ തലയിൽ മുറിവുണ്ട്. ചെവിയിൽ കൂടി രക്തം വരുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ടത്. ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പന്നിമറ്റം സ്വദേശിയായ ജാക്സൺ എന്ന ജീവനക്കാരനാണ് ഇത്തരത്തിൽ ക്രൂരമായ അതിക്രമം നടത്തിയത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗാന്ധിനഗർ പോലീസ് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ബെൽസ്റ്റാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോട്ടയത്ത് അവർക്ക് ഓഫീസുണ്ട്. പള്ളിപ്പുറത്തുകാവിലാണ് ഓഫീസുള്ളത്. ഈ ഓഫീസിൽ നമ്മൾ വിവരങ്ങൾ തിരക്കിയിരുന്നു. അവർ പറയുന്നത് വാക്ക് തർക്കത്തെ തുടർന്നുള്ള സംഘർഷമാണ്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി വിട്ടതൊന്നും അല്ല ഞങ്ങൾ എന്നൊക്കെയുള്ള വിവരമാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും നടന്നത് ഇതാണ്. അതിക്രൂരമായ അക്രമത്തിന് ഒരു ചെറിയ ലോണിന്റെ പേരിൽ, അതും വളരെ ചെറിയ മാസാടവ് നടക്കാത്തതിന്റെ പേരിൽ ഗുണ്ടായിസം തന്നെ നടക്കുകയാണ് ഇവിടെ ഉണ്ടായത്. രഞ്ജിത്ത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത നിലയിൽ 24-കാരിയായ മേഘയാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ മേഘ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ എത്തി ആത്മഹത്യ ചെയ്തത്. പത്തനംതിട്ട കൂടൽ സ്വദേശിനിയാണ് ഈ പെൺകുട്ടി എന്നാണ് മനസ്സിലാകുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന് വളരെ പ്രധാനപ്പെട്ട ഒരു വിങ്ങിൽ ജോലി ചെയ്യുന്ന വളരെ ചെറുപ്പക്കാരിയായ ഒരു ഉദ്യോഗസ്ഥ, അവർക്ക് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ അതെന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നതിനാൽ ഇവർ ഫോണിൽ
സംസാരിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകുന്നത് പ്രദേശവാസികളായ ചിലർ കണ്ടിരുന്നു. അവരടക്കം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേട്ട പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഒഫീഷ്യൽ യൂണിഫോമിൽ തന്നെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി ഇവർ ഈ റെയിൽവേ ട്രാക്കിനടുത്തേക്ക് എത്തുന്നത്. അതായത് ആത്മഹത്യ ചെയ്യണമെന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ മേഘ എന്ന 24 വയസ്സുകാരി ഈ ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിനടുത്തേക്ക് എത്തിയത് എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവർ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോടാണ്, ഏതെങ്കിലും തരത്തിലുള്ള ജോലി സമ്മർദ്ദമാണോ, അതെന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. 24 വയസ്സ് മാത്രമാണ് യുവതിക്ക് പ്രായം. പത്തനംതിട്ട കൂടൽ സ്വദേശിനിയാണ്. ഐബിയുടെ രാജ്യാന്തര വിമാനത്താവളത്തിലെ വിങ്ങിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പേട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചതിന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അരൂക്കുറ്റി സ്വദേശി ജിബിൻ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കേസുകളിൽ പ്രതിയായ പ്രഭജിത്ത്, സുഹൃത്ത് സിന്തൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിബിൻ്റെ സഹോദരൻ ലിബിൻ പറഞ്ഞു. സംഭവത്തിൽ പൂച്ചാക്കൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, എന്താണ് സംഭവിച്ചത്? ശരണ്യ, കേൾക്കാമോ? ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ എന്ന സന്ദേശം അയക്കുകയും തുടർന്ന് അരൂക്കുറ്റി സ്വദേശി ജിബിന് ക്രൂരമായി മർദ്ദനമേൽക്കുകയുമായിരുന്നു. കാപ്പ കേസിലെ പ്രതിയാണ് ഈ മർദ്ദിച്ചവരിൽ ഒരാളായ പ്രഭജിത്ത് എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജിബിൻ ചികിത്സയിലാണ്. പ്രഭജിത്തും സുഹൃത്ത് സിന്തലും ചേർന്നാണ് ഈ മർദ്ദനം നടത്തിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം സഹോദരൻ്റെ മൊഴിയും അങ്ങനെ തന്നെയാണ്. സംഭവത്തിൽ പൂച്ചാക്കൽ പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഗുണ്ട, അതായത് കാപ്പ കേസിൽ പെട്ട ഒരു ഗുണ്ടയുടെ പെൺസുഹൃത്തിനാണ് ഇത്തരത്തിലൊരു സന്ദേശം ചെന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആലപ്പുഴയെ നടുക്കുന്ന മറ്റൊരു മർദ്ദന സംഭവമായി കൂടി ഇത് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അല്പസമയത്തിനകം എന്ന് വേണം കരുതാൻ. ശരണ്യ, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പൂച്ചാക്കൽ സ്വദേശി ലിബിനാണ് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റത്. ഇയാളുടെ സുഹൃത്തായ പ്രഭിജിത്ത് എന്ന ആളുടെ പെൺസുഹൃത്തിന് സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളാണ് പിന്നീട് ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായൊരു മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പൂച്ചാക്കൽ പോലീസ് ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ്. അതായത് പൂച്ചാക്കൽ സ്വദേശി തന്നെയായ പ്രഭിജിത്തിന്റെ സുഹൃത്തുമാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ ഈ ലിബിൻ പ്രഭിജിത്തിന്റെ പെൺസുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ചു. അതായത് ഹായ് എന്നുള്ള ഒരു സന്ദേശം അയച്ചു. ഇതിൽ പ്രകോപിതനായതിനെ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി പൂച്ചക്കൽ പാലത്തിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ലിബിനെയാണ് പിന്നീട് തട്ടിക്കൊണ്ടുപോയത്. ഇയാളെ അവിടെ വെച്ച് കാറിൽ വെച്ച് മർദ്ദിച്ചു. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ചേർത്തല ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് റെഫർ ചെയ്താണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വാരിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഈ മർദ്ദനത്തിൽ വാരിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ശരീരം ആസകലം ക്ഷതവുമുണ്ട്. പൂച്ചക്കൽ പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തുകയാണ്. ഇവർ ഒളിവിലാണ് എന്നുള്ളതാണ് പൂച്ചക്കൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രഭിജിത്ത് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുമാണ് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം ഇവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ, നവമാധ്യമത്തിലൂടെ ഒരു മെസ്സേജ് അയച്ച വിഷയത്തിനകത്താണ് ഇത്രയധികം ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യുവാവിനെ ഇന്നലെ രാത്രി പൂച്ചക്കൽ പാലത്തിൽ ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ കാറുകൊണ്ട് വാഹനം ചവിട്ടിയിട്ട് ഇവരെ കയറ്റിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാറിൽ വെച്ച് ലിബിനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാറിൽ വെച്ച് ലിബിനെ മർദ്ദിച്ചു. അതിനുശേഷം പിന്നീട് ആണ് ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു വീട്ടിൽ കൊണ്ടുപോയി അവിടെയും ക്രൂരമായി മർദ്ദിച്ചത്. ചവിട്ടേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വാരിയലിൻ്റെ ഭാഗത്താണ് ഒടിവുള്ളത്. അത് അത്തരത്തിൽ ഗുരുതരമായ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ ഗുരുതരമായ മർദ്ദനമായിരുന്നു ലിബിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. ശ്വാസകോശത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ നട്ടലിന്
അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പൂച്ചാക്കൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. പൂച്ചാക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ കാർ ചേസിംഗ് നടത്തി ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. മദ്യപിച്ച് കാർ ഓടിച്ച ചാലക്കുട സ്വദേശി യാസറിനെതിരെ കേസ് പോലീസ് എടുത്തു. ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്ന് പ്രകോപിതനായി ആയിരുന്നു ചേസിംഗ്. പരിക്കേറ്റ ജെയ്സൽ ഗോമസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഇത്തരം കാര്യങ്ങൾ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പിടിക്കാനായോ? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരം 3:30 ഈ സംഭവം നടന്നത്. ഈ ഗോവൻ യുവതി അവർ ഇന്നലെ രാത്രി ഗോവയ്ക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യമായിരുന്നു. പക്ഷെ അതിനിടയിലാണ് യാസറിന്റെ കാർ, അമിത വേഗതയിലെത്തിയ യാസറിന്റെ കാർ അവരെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇതൊരു മറ്റൊരു ബൈക്ക്, അത് സൈഡ് നൽകാത്തതിനെ തുടർന്ന് പ്രകോപിതനായിട്ടുള്ള യാസിർ ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് റോഡിന്റെ മധ്യത്തായി, അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം, ആ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ആ സമയത്ത് നിയന്ത്രണം വിട്ട് അവിടെ അതിലെ നടന്നു പോയിരുന്ന ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. യാസിർ എന്തായാലും മദ്യലഹരിയിലായിരുന്നു ഈ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന ഉടനെ തന്നെ, അതായത് ഈ ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു, ആ സമയത്ത് തന്നെ യാസിർ കാറിൽ നിന്നിറങ്ങുകയും ഈ യുവതിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പണം നൽകി ഈ ഒരു കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു രീതിയിലേക്ക് യാസിർ കടക്കുകയും ചെയ്തിരുന്നു. ഈ യുവതിക്ക് പരാതിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും യാസറിനെ ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തൃശൂർ സ്വദേശിയാണ് യാസിർ. മദ്യപിച്ചാണ് ഈ വാഹനം അമിത വേഗതയിൽ ഓടിച്ചത് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ബൈക്കിനെ ഈ സിഗ്നലിന്റെ ഈ കടവന്ത്ര എത്തുന്നതിന് മുൻപുള്ള സിഗ്നൽ വെച്ച് യാസറിന്റെ വാഹനത്തിന് സൈഡ് കൊടുത്തിരുന്നില്ല ഈ ബൈക്കിലെത്തിയ 2 യുവാക്കൾ. അതിന്റെ പ്രകോപനത്തെ തുടർന്നാണ് മദ്യലഹരിയിൽ കൂടിയായിരുന്ന യാസിർ ഈ ബൈക്ക് ഓവർടേക്ക് ചെയ്തുകൊണ്ട് അമിത വേഗതയിൽ ഇടിച്ചു തെറിപ്പിച്ച യുവതിയെയും ബൈക്കിനെയും ഇടിച്ചു തെറിപ്പിച്ചത്. ആ സമയത്ത് അവിടെ കൂടി നിന്ന ആളുകളൊക്കെ വലിയ പ്രകോപിതരായി യാസറിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കുക, കാർ ഇടിക്കുന്നു, ബൈക്കിൽ ചേസ് ചെയ്ത് 2 യാത്രക്കാർ പുറകെ വരുന്നു, അടിക്കുന്നു, പ്രകോപിതരാകുന്നു. ഗോവൻ യുവതിക്കടക്കം പരിക്കേൽക്കുന്ന പശ്ചാത്തലം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചാലക്കുടി സ്വദേശി യാസറിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സ്പോട്ട് ലൈവ് ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് 3യുമായി അശ്വതി ചേരും.